ഹലോ, പെട്ടെന്ന് തന്നെ മുഖം നിറം വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടാനും അതേപോലെ തന്നെ പെർമനന്റ് റിസൾട്ട് കിട്ടാനും നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള 3 സാധനങ്ങൾ മാത്രമേ ഇതിന് വേണ്ടൂ. എല്ലാവരുടെ അടുക്കളയിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഫേസിൽ മാത്രമല്ല ബോഡിയിലും സൺടാന് മാറാനും ഒക്കെ ഈ ഒരു ഫേസ് പാക്ക് വളരെ എഫക്റ്റീവ് ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളത് ഫുൾ വീഡിയോ നമുക്ക് കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് റാഗി പൗഡറാണ്. റാഗി പൗഡർ എന്ന് പറഞ്ഞാൽ മുത്താറി, അതേപോലെ ചില നാടുകളിൽ ചൊളാണ്ടി എന്നൊക്കെ പറയും. കുട്ടികൾക്ക് കുറുക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പൊടിയാണ് ഈ റാഗി പൗഡർ എന്ന് പറയുന്നത്. ഈ റാഗി പൗഡറാണ് അറേബ്യൻ ഫേസ് പാക്കിൽ ഈ അറബികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. റാഗി പൗഡറാണ് സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് റാഗി പൗഡർ. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കുന്നത് 1/2 ടീസ്പൂണോളം എന്താ പറയുക, ഇതിലുണ്ടല്ലോ ഉലുവാന്റെ പൊടിയാണ് നമ്മൾ 1/2 ടീസ്പൂണോളം യൂസ് ചെയ്യുന്നത്. കുറച്ച് കൂടുതൽ ഉലുവ പൊടി പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡെയിലി ഫേസ് പാക്ക് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് തന്നെ അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂണോളം പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാലിന്റെ കണക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ ഉലുവ ഇട്ടത് കൊണ്ട് തന്നെ ഉലുവ ഒരു പശപശപ്പ് പോലെ ഉണ്ടാകുക. നമ്മൾ അത് മിക്സ് ചെയ്യുന്നതിന് അതൊന്ന് ടൈറ്റായി വരും. അപ്പൊ പാലിന്റെ ആ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മൾ അത് നന്നായിട്ട് ആ ഫേസ് പാക്ക് നല്ല രീതിയിൽ ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് കിട്ടുന്ന രൂപത്തിന് ഉള്ള അത്രയും പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. 2-3 ടേബിൾ സ്പൂൺ മാത്രം പാലിന്റെ ആവശ്യമുള്ളൂ. പാല് എന്ന് പറയുന്നത് തിളപ്പിക്കൊന്നും ചെയ്യാത്ത സാധാരണ പച്ചപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല സ്മൂത്തി കൺസിസ്റ്റൻസിയിൽ ആയി കിട്ടിയാൽ നമ്മൾ പാലൊഴിക്കൽ നിർത്തി കൊടുക്കുക. അതായത് അതാണ് അതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. അതായത് ഭയങ്കര ലൂസും അല്ല ഭയങ്കര ടൈറ്റും അല്ല എന്നുള്ള രീതിക്ക് ഈ ഒരു രൂപത്തിലാക്കുക. അതിനുശേഷം നമ്മൾ എവിടെയാണോ തേക്കുന്നത്, അതായത് ഫേസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും, ഫേസ് ആണെങ്കിൽ ആദ്യം ഒന്ന് കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഇത് ഫേസിൽ ഉറപ്പായിട്ടും വെക്കുക. 25 മിനിറ്റിന് ശേഷം മാത്രമേ നിങ്ങൾ കഴുകി കളയാൻ പാടുള്ളൂ. ഇനി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ബോഡിയിൽ നിങ്ങൾ 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. 10 മിനിറ്റ് വെച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് ഞാൻ നല്ല രീതിയിൽ തന്നെ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി 25 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. അപ്പൊ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് കഴുകിയെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. ഞാൻ പറഞ്ഞല്ലോ റാഗി എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഉലുവയും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നല്ലോണം സഹായിക്കുന്ന ഒരു സാധനമാണ്. അതേപോലെ മിൽക്ക് എന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസിങ് ഏജന്റ് കൂടിയാണ്. അപ്പൊ ഇതാ നമ്മുടെ ഫസ്റ്റ് യൂസ് റിസൾട്ട് ആണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ ഇതൊരു 24 അവേഴ്സ് മാത്രമേ നിലനിൽക്കൂ. ഇത് പെർമനന്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഡെയിലി ചെയ്യുക. ഇനി ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 2-3 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാം. ഇൻസ്റ്റന്റ് ഗ്ലോവും കിട്ടും. അതേപോലെ തന്നെ പെർമനന്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പറയുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.